നമസ്കാരം. എം എൽ എക്കൊപ്പം ഇത്തിരി നേരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇത്തിരി നേരം ചെലവഴിക്കാൻ എത്തിയിരിക്കുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ MLA അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. ഇത്തിരി നേരം നമുക്ക് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാം. വളരെ സന്തോഷം. ശ്രീ പ്രേംകുമാർ എന്ന വ്യക്തി ഒരു ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനയുടെ സജീവ സാന്നിധ്യമായി പാലക്കാടിന്റെ അമരക്കാരനായി ദീർഘനാൾ പ്രവർത്തിച്ചു. പിന്നീട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ഗ്രാമപഞ്ചായത്ത് വെള്ളിഞ്ഞാഴി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചു. തുടർന്ന് 2021 തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തെ, വലിയൊരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനത്തിൽ ഇറങ്ങി ഇപ്പോൾ അത് പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 വർഷക്കാലത്തെ ഈ ഒരു പ്രവർത്തനം പ്രേംകുമാർ എന്ന വ്യക്തി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതിനെങ്ങനെ വിലയിരുത്തുന്നു? നിശ്ചയമായും നമ്മുടെ സർക്കാർ നൽകി വരുന്ന വലിയ പിന്തുണയാണ് നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം അനുകൂല ഘടകമായിട്ടുള്ളത്. MLA ഫണ്ടിലുള്ള പ്രവൃത്തികൾ, വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും കാര്യത്തിൽ സർക്കാർ നൽകുന്ന വലിയ പിന്തുണ കൊണ്ട് ഒട്ടേറെ പദ്ധതികൾ മണ്ഡലത്തിൽ നമുക്ക് തുടങ്ങിവെച്ചോ പൂർത്തീകരിക്കാനും പുതിയവ തുടങ്ങാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. MLA ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല നിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ മണ്ഡലത്തിൽ പൊതുവായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഒരു ധാരണ. ശ്രീ P. ഉണ്ണിയായിരുന്നു ഇതിനു മുൻപത്തെ MLA. അദ്ദേഹത്തിന് ശേഷം വന്നൊരു MLA എന്ന രീതിയിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴുള്ള ഒരു ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഒരു വികസനത്തിന്റെ ഒരു മുന്നേറ്റം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മാറ്റം? വികസനം എന്നതൊരു തുടർച്ചയാണ്. ഉണ്ണിയേട്ടന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്, അന്ന് പൂർത്തീകരിച്ചതുണ്ട്. ഉണ്ണിയേട്ടൻ തുടങ്ങി വെച്ചത് എൻ്റെ ടേമിൽ പൂർത്തീകരിച്ചതുണ്ട്. പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജാണ് മണ്ണമ്പറ്റയിലുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിലെ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. 16.68 കോടി രൂപയ്ക്കാണ് അവിടെ ഇലക്ട്രിക്കൽ ബ്ലോക്കും അതുപോലെ തന്നെ സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ 2 കോഴ്സുകൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും 2 കോഴ്സുകൾ അവിടെ തുടങ്ങാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി, ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി 13.5 കോടി രൂപ ചെലവ് ചെയ്താണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ OP ബ്ലോക്കും കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുള്ള കെട്ടിടം നമുക്ക് പൂർത്തീകരിക്കാൻ ഈ ഗവൺമെന്റിന്റെ കാലത്താണ് സാധിച്ചത്. ആ നിലയിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം മണ്ഡലം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരെ ഒറ്റപ്പാലം ടൗൺ ആണ് അല്ലേ? ദീർഘകാലമായി ഒറ്റപ്പാലം ടൗണിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഗതാഗത പ്രശ്നം ഇപ്പോഴും അത് ഏകദേശം അതിന്റെ പരിഹാരത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ബൈപ്പാസ് പ്രവൃത്തികൾ തുടങ്ങി. അപ്പോൾ അതൊരു പൂർത്തീകരണത്തിൽ ബൈപ്പാസ് പൂർത്തീകരണമായിട്ടില്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഈസ്റ്റ് ഒറ്റപ്പാലം പാലം 5 കോടി 8 ലക്ഷം രൂപയുടെ പാലം നിർമ്മാണം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലായി. ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുക്കൽ കഴിഞ്ഞു, ടെൻഡർ നടപടികളിലേക്ക് കടന്നു. ടെൻഡർ ഓപ്പൺ ചെയ്യും, ഈ അടുത്ത ആഴ്ച ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ മാസം തന്നെ അതിന്റെ എഗ്രിമെന്റ് വെക്കാനും പണി തുടങ്ങാനും പറ്റും. പ്രവൃത്തി നമുക്ക് ഇപ്പോഴും ഗതാഗത ഒരു പ്രശ്നം തന്നെയാണ് വൈകുന്നേര സമയങ്ങളിൽ. അതെ, ഒരു മാസം കൊണ്ട്, ഒരു മാർച്ച് മാസത്തോടു കൂടി പാലം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ കായിക മുന്നേറ്റത്തില് ശ്രീ പ്രേംകുമാർ MLA എന്ത് സംഭാവനകളാണ് ചെയ്യാൻ കഴിയുന്നത്? മണ്ഡലത്തിൽ ഇപ്പോ ഏതാണ്ട് 10.5 കോടി രൂപയുടെ 18.5 കോടി രൂപയുടെ കായിക പദ്ധതികൾ നടപ്പിലാക്കപ്പെടുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഒറ്റപ്പാലം മണ്ഡലത്തിലാണ്. ഒറ്റപ്പാലം ഡഫ് സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ അതിന്റെ പ്രവൃത്തി നിർമ്മാണ ഉദ്ഘാടനം അബ്ദുറഹ്മാൻ മിനിസ്റ്റർ നടത്തി അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നത് യാഥാർത്ഥ്യമാക്കി. 7 പഞ്ചായത്താണ് മണ്ഡലത്തിലുള്ളത്, ഒരു മുനിസിപ്പാലിറ്റി. 7 പഞ്ചായത്തിലും കളിസ്ഥലം അനുവദിച്ചു. അതിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 2 കളിസ്ഥലമാണ് അനുവദിച്ചത്. കടമ്പഴിപ്പുറം GUP സ്കൂളും പുലാപ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും. അതിൽ 1ാം ഘട്ടം എന്ന നിലയിൽ അനുവദിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 50 ലക്ഷം രൂപ MLA ഫണ്ടും 50 ലക്ഷം രൂപ കായിക വകുപ്പും ചേർന്നാണ്. മുന്നർക്കോട് സ്കൂൾ ഗ്രൗണ്ട്, ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. ലക്കിടിവേറൂർ പഞ്ചായത്തിലെ ഗ്രൗണ്ട് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. അമ്പലപ്പാറ പഞ്ചായത്തിലെ ഗ്രൗണ്ട് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ്. കരിമ്പുഴയിലും പുലാപ്പറ്റയിലുമുള്ള ഗ്രൗണ്ടുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിലേ ആയിട്ടുള്ളൂ. അത് പൂർത്തീകരിക്കാൻ ഒരല്പം സമയം കൂടി എടുക്കും. ഈ നിലയിൽ
വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് കായിക കേരളത്തിൽ പൊതുവിലുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ വലിയ ഒരു മുന്നേറ്റം നമ്മുടെ മണ്ഡലത്തിലും ബജറ്റ് വർക്കിലും MLA ഫണ്ടിലും ഒക്കെ ആയിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഏഹ്, പ്രഥമ പരിഗണന എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും നോക്കിക്കാണുന്ന ഒന്നാണ് ആരോഗ്യ മേഖല. നേരത്തെ പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ വികസനം, വലിയ രീതിയിലുള്ള വികസനം ഈ ഒരു കാലയളവിൽ നമുക്കുണ്ടായിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകളിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല പോരായ്മകളും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പല പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ മണ്ഡലത്തിൽ. അപ്പോൾ ആ ഒരു മേഖലയിൽ എത്രത്തോളം ഇനി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം അവിടെ പദ്ധതികളായിട്ട് വരുന്നുണ്ട്? ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ നന്നായി ഇടപെടുന്നുണ്ട്. കൂടാതെ ഇത്തവണ ബജറ്റിൽ 2 ആശുപത്രികൾ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കടമ്പഴിപ്പുറം CSCക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപയും ശ്രീകൃഷ്ണപുരം FSCക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1.5 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ഈ വർഷത്തെ ബജറ്റിൽ. ഇപ്പൊ നേരത്തെ കടമ്പഴിപ്പുറം ആരോഗ്യ കേന്ദ്രത്തിന് ഒരു വാഹനം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആംബുലൻസ് നമ്മൾ MLA ഫണ്ടിൽ നിന്നാണ് നൽകിയത്. അമ്പലപ്പാറ CSCക്ക് എക്സ്റേ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും അതുപോലെ തന്നെ അവിടേക്ക് ഒരു സഞ്ചരിക്കുന്ന ഡിസ്പെൻസറിയും ഒരു വാഹനവും വേണമെന്ന് പറഞ്ഞു. അത് രണ്ടും അവിടേക്ക് MLA ഫണ്ടിൽ നിന്ന് സാധ്യമാക്കി കൊടുക്കുകയുണ്ടായി. പേരൂർ FSCക്ക് ഒരു വാഹനം വേണമെന്ന് പറഞ്ഞു. ആ വാഹനം MLA ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. അവിടെ ഒരു കെട്ടിടം ലക്കിടിപേരൂർ പഞ്ചായത്തിലെ പേരൂരിലുള്ള ആരോഗ്യ കേന്ദ്രത്തിന് 55.5 ലക്ഷം രൂപയ്ക്കാണ് ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കപ്പെട്ടത്. ശേഷിക്കുന്ന FSCകൾ 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി നല്ല നിലയിൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. ഒറ്റപ്പാലം എന്ന് പറയുമ്പോൾ ടൂറിസം മേഖലയ്ക്ക് ഒത്തിരി സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. ഈ 5 വർഷ കാലയളവിൽ നമുക്ക് എന്തെല്ലാം അവിടെ ചെയ്യാൻ കഴിഞ്ഞു? ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് നമ്മുടെ ബാപ്പുജി പാർക്ക് ശ്രീകൃഷ്ണപുരത്ത്. ബാപ്പുജി പാർക്ക് പ്രവർത്തനം ആരംഭിച്ച ഏതാണ്ട് 10 വർഷമാവാൻ പോവുകയാണ്. ആ ബാപ്പുജി പാർക്കിന്റെ 2ാം ഘട്ട നവീകരണം എന്ന നിലയിൽ 1 കോടി രൂപ ചെലവഴിച്ചതിന്റെ നവീകരണം പൂർത്തിയായി. മറ്റന്നാൾ ഫെബ്രുവരി 10 കൂടി എല്ലാ കാര്യങ്ങളും കഴിയും. ഫെബ്രുവരി 25 അതിന്റെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം നമുക്ക് നടത്താൻ സാധിക്കും. മറ്റൊന്ന് കേരള ഒറ്റപ്പാലത്ത് പുഴയോര പാർക്ക്, ഒറ്റപ്പാലം ടൗണിൽ തന്നെ സാംസ്കാരിക നിലയത്തിനോട് ചേർന്നുള്ള പുഴയോര പാർക്ക്. ആ പുഴയോര പാർക്ക് 1 കോടി രൂപ 99 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. ഉടനെ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. സാംസ്കാരിക നിലയം ഒറ്റപ്പാലത്ത് സാധ്യമാക്കുകയുണ്ടായി. ഈ ഗവൺമെന്റിന്റെ കാലത്താണ് ലക്കിടി കുഞ്ചൻ സ്മാരകത്തിലെ നാട്യഗൃഹം 80 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. കുഞ്ചൻ സ്മാരകം വീണ്ടും അത് പുതുക്കിപ്പണിയുന്നതിനും നല്ല നിലയിൽ അതിന്റെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി 1,96 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ 1ാം ഗഡു സംഖ്യ 20% കൈപ്പറ്റിക്കഴിഞ്ഞു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആ നിലയിൽ ലക്കിടി കുഞ്ചൻ സ്മാരകമായാലും അതുപോലെ തന്നെ ബാപ്പുജി പാർക്ക് ആയാലും പൊതുവിൽ നമ്മുടെ മണ്ഡലത്തിലെ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ നല്ല നിലയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഭാവിയിൽ കരിമ്പുഴ പുഴയിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും അതിന്റെ ബജറ്റിൽ സംഖ്യ നീക്കിവെച്ച് അതുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വേനലാണ് ഇനി 2 മാസക്കാലം. കുടിവെള്ളക്ഷാമം വളരെയധികം രൂക്ഷമാകാൻ സാധ്യതയുള്ള പല മേഖലകളും പല മണ്ഡലത്തിലുണ്ട്. അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും ഈ ഒരു കാലയളവിൽ ഇപ്പോൾ എങ്ങനെയാ ഈ വർഷം നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കുറച്ചുകൂടെ അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്തവണ ഇനി വരുന്ന ഈ യഥാർത്ഥത്തിൽ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് മണ്ഡലത്തിൽ ഒരു 300 കോടിയോളം വരുന്ന രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കുടിവെള്ള കണക്ഷൻ എടുത്തതിന്റെ 150 മടങ്ങ് കണക്ഷൻ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആ കുടിവെള്ള കണക്ഷനുകളെല്ലാം നൽകിയതിന്റെ ഭാഗമായി നമുക്ക് പഴയ പമ്പ് പോരാ, പഴയ പൈപ്പ് പോരാ, സ്വാഭാവികമായും അതുപോലെ തന്നെ അതിന്റെ മോട്ടോർ സെറ്റ് പോരാ. അതെല്ലാം നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ്. അമ്പലപ്പാറ പഞ്ചായത്തിലാണ് ഒരല്പം, എല്ലാ പഞ്ചായത്തിലും ചെറുതും വലുതുമായ പ്രശ്നങ്ങളുണ്ട്, പരമാവധി പരിഹരിച്ചു വരികയാണ്. കുടിവെള്ള വിതരണം ശാശ്വതമായി ഒരു പ്രശ്നവുമില്ലാതെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ ഒരു യുവതലമുറ ഇപ്പോൾ കായിക മേഖലയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ യുവതലമുറ വഴിമാറിപ്പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലും മുക്കിലും മൂലയിലും പലതരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം. ഇപ്പോൾ ഈവൻ നമ്മുടെ ഇപ്പോൾ അമ്പലപ്പാറ പഞ്ചായത്തിലൊക്കെ വളരെയധികം അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കുറഞ്ഞെങ്കിലും എന്നാൽ ഇപ്പോഴും യുവ വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു പ്രായത്തിൽ അവർക്ക് അതിനുള്ള ഒരു അതിൽ നിന്ന് മാറാനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവരതൊന്ന് മാറ്റാനുള്ള ഒരു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നേടിയെന്ന്
താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് മാത്രമായിട്ട് തെറ്റായ ലഹരികളിൽ നിന്നൊരു നാടിനെ ആകെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവർ കൂടുതൽ മുക്തമാക്കാനോ കഴിയില്ല. മറ്റുള്ള സർക്കാർ നല്ല നിലയിൽ മുൻകൈ എടുക്കുന്നുണ്ട്. PTA വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് ഒരു നിലയിലുള്ള രാസലഹരികളും വിൽക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനെല്ലാം നാട് കാണിക്കുന്ന ജാഗ്രതയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്രമാത്രം സന്നദ്ധ സാമൂഹ്യ പ്രവർത്തനവും ശ്രദ്ധയുമുള്ള ഒരു സമൂഹം ലഹരിക്കെതിരായി വേറെ ഇല്ല എന്ന് പറയാൻ പറ്റും. സർക്കാർ ആണെങ്കിൽ നല്ല നിലയിലുള്ള ഇടപെടലാണ് പൊതുവിൽ നടത്തുന്നത്. അതിനെല്ലാം പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് അനുബന്ധിച്ചും അല്ലാതെയും നമ്മുടെ നാടിന്റെ പൊതുനിരത്തുകളിലെല്ലാം തെറ്റായ ലഹരികളിലേക്ക് ഒരു നാട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിന് കരുത്തേകുന്ന നടപടിയാണ് സർക്കാർ പൊതുവിൽ സ്വീകരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വഴിമാറിപ്പോകുന്ന യുവജനങ്ങളെ മറ്റൊരു ക്രിയേറ്റീവായൊരു മേഖലയിലേക്ക് കടത്തിവിടണമെങ്കിൽ വായന അല്ലെങ്കിൽ കായികപരമായ ആ ഒരു തലത്തിൽ തീർച്ചയായും അവർക്ക് അവരുടേതായ അവരുടെ പഞ്ചായത്തിൽ അവരുടെ വീടിന് അടുത്തെല്ലാം ഇതിനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതിൽ നമുക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒറ്റ വായനശാല പോലും ഇല്ല. MLA അതിനുശേഷം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നമ്മൾ വായനശാലകൾക്ക് പുതിയ കെട്ടിടം അനുവദിച്ചു. പൊതു ഇടങ്ങളെല്ലാം വൃത്തിയുള്ളതും മനോഹരമായതും അതുപോലെ തന്നെ ഉറപ്പുള്ളതുമാകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ഥലമുള്ള എല്ലാ വായനശാലകൾക്കും നമ്മൾ സ്വന്തമായിട്ട് പുതിയ കെട്ടിടം അനുവദിച്ചു. ഇനിയും വായനശാലകൾ പുതിയ സ്ഥലം ഏറ്റെടുത്താൽ ആ സ്വന്തമായി സ്ഥലമുള്ള വായനശാല ഏതായാലും അത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കേണ്ടി വരില്ല. വായനയെ ശീലമാക്കുന്നതിനും ലഹരിയാക്കുന്നതിനും വേണ്ടി ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികൾക്ക് നമ്മൾ അന്താരാഷ്ട്ര നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പുസ്തകം കൊടുത്തു. നേരത്തെ ഒരു ഘട്ടത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികൾക്ക് പുസ്തകം കൊടുത്തു. ഈ വർഷത്തെ MLA ഫണ്ട് ഉപയോഗിച്ച് LP UP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുകയാണ്. അങ്ങനെ LP തൊട്ട് ഹയർ സെക്കൻഡറി വരെയും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വായനയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഇടപെടലാണ് MLA എന്ന നിലയിൽ നടത്തുന്നത്. മാലിന്യ സംസ്കരണം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഇടക്കാലത്തെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ മുഴുവനായും കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മൾ വഴിയിടങ്ങളിൽ എല്ലാവരും വഴി നീളെ പലപ്പോഴും ഒറ്റപ്പാലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് ഭാരതപ്പുഴയോരത്ത് ആ പുഴ പാർക്ക് വരുമ്പോൾ ഏകദേശം അതിനൊരു പരിഹാരമാകും അല്ലേ? അപ്പോൾ ഈ പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു രീതി ഇപ്പോഴും ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു ശക്തമായ ഘടന അവർക്ക് ശിക്ഷ അല്ലെങ്കിൽ അതിന് പിഴ എല്ലാം ഈടാക്കുമെങ്കിലും ജനങ്ങൾ ഇപ്പോഴും അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ദൃശ്യമാകുന്ന ഒരു ഇതുണ്ട് മാലിന്യത്തിന്റെ. അപ്പൊ അത് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ്. യഥാർത്ഥത്തിൽ മാലിന്യമുക്ത കേരളം എന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടാലും അതിൽ പൂർത്തിയാകുന്ന ഒന്നല്ല. കാരണം മനുഷ്യരാകെ അത്തരം പ്രവർത്തനങ്ങളോട് സമൂഹത്തിലാകെ ഒരു അവബോധം ഉണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണമായും നമുക്ക് നടപ്പിലാക്കാനാവുക. ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമായാലും മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായി അത് ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും നിശ്ചയമായും സ്വീകരിക്കും. കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഒരു MLA എന്ന നിലയ്ക്ക് ഈ 5 വർഷക്കാലത്തിൽ നടപ്പിലാക്കിയ ഏറ്റവും മനസ്സിന് ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ മനസ്സിന് വല്ലാതെ നമ്മളെ സന്തോഷം തരുന്ന ആ ഒരു ആത്മസംതൃപ്തി തരുന്ന ഒരു പ്രൊജക്റ്റ്? നമ്മൾ ഒറ്റപ്പാലം മണ്ഡലത്തിൽ MLA മുൻകൈയിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് മാനത്തോളം. അത് MLAയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിന്റെ ഭാഗമായി നീന്തലറിയാത്ത 560-ൽ പരം കുട്ടികളെ ഈ 5 വർഷത്തിനിടയിൽ നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ സാധിച്ചു. ഒരു പൈസയും സർക്കാരിന്റെ ചെലവില്ല. സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ നല്ല സംതൃപ്തി നമുക്കുണ്ട്. കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള അവരുടെ കഴിവിനെ ശേഷിയെ ശക്തിപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാനായി. വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് നമുക്ക് നന്നായി ഇടപെടാനായി. അങ്ങനെ ഒരെണ്ണം എന്ന നിലയിൽ മാത്രം പറയുന്നതല്ല. അപ്പൊ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ വൃത്തിയുള്ള ടോയ്ലറ്റ് എന്നത് അവർക്ക് പൂർണ്ണമായും ആ നിലയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിലും ETB കോളേജിലും 2 സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. ആ നിലയിൽ എല്ലാ മേഖലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇടപെടാൻ കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. എന്നാൽ ഈ മാനത്തോളമാണ് ഏറ്റവും കൂടുതൽ മനത്തോളം ഉണ്ട്. ബാക്കിയുള്ളതിന്റെ നടപ്പാക്കാൻ കഴിയാതെ പോയല്ലോ. ഇനിയിപ്പോ ഒരടുത്ത ഇതിലേക്ക് മാറ്റി വെക്കേണ്ടി വന്ന ഒരു വിഷമം തോന്നുന്ന ഏതെങ്കിലും പദ്ധതികൾ? അതങ്ങനെ ഒരു വ്യക്തിപരമായ വിഷമമല്ല. പക്ഷേ എങ്കിലും നമുക്ക് ഒറ്റപ്പാലം കോടതി അതിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അതിന്
ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർന്നുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അത് വേഗതയിൽ ആരംഭിക്കാൻ കഴിയണമെന്ന താല്പര്യമാണുള്ളത്. ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടായിരുന്നതാണ് ഒറ്റപ്പാലം കോടതി, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കുറച്ചുകൂടെ വേഗതയിൽ നമുക്ക് പല കാരണങ്ങളാൽ അത് സാധിച്ചില്ല എന്ന ഒരു പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലം ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഒരു ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സ്ഥലം ഏറ്റെടുപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് കോടതിയിലുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് വൈകിയത്. അതും ഇതാ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. ആ മട്ടിൽ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തുടർന്ന് നമുക്ക് വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ ഇനിയൊരു ഇലക്ഷൻ നമ്മൾ നേരിടാൻ പോവുകയാണ്. അപ്പൊ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അല്ലെ അതെ പാർട്ടി അടുത്ത സ്ഥാനമാന ചർച്ചകൾ എന്തെങ്കിലും? ഇല്ല, നമ്മൾ പാർട്ടി നിശ്ചയിച്ച് ആയിട്ടില്ല. എന്തായാലും വരുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ തീർച്ചയായും താങ്കളുടെ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടായി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം. അതെ, അതെല്ലാം ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് പൂർണ്ണമായും സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ഇപ്പൊ മുണ്ടൂർ തൂതാർ റോഡ് ഉൾപ്പെടെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ സഹായത്തോടെ സാധ്യമാക്കാനായി. അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ മുൻകൈയിൽ നടത്തിയതിന് ജനങ്ങൾ നല്ല നിലയിൽ അതിന് തിരിച്ച് പ്രതികരിക്കും എന്ന പ്രതീക്ഷയാണ്. അതെ, തീർച്ചയായും. വളരെ സന്തോഷം. ഇത്തിരി നേരം നമ്മുടെ MLA ക്കൊപ്പം ഇത്തിരി നേരം പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാവിധ ആശംസകളും. ശരി.